ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എപ്പോഴും ഒരേ രീതിയിലൊക്കെ വത്തക്ക കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സാലഡുകളിൽ വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പറ്റുന്ന ഒരു ഐറ്റമാണ്. പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു സിമ്പിൾ വാട്ടർമെലൺ സാലഡാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുറച്ച് വാട്ടർമെലൺ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഒരു 400 ഗ്രാമാണ്. ചെറിയ പീസായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ തണ്ണിമത്തൻ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. അടുത്തതിനൊരു ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, നല്ലൊരു രസമായിരിക്കും അതും കൂടി ഉണ്ടെങ്കിൽ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാസ്ലിയുടെ ഇല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് വേണം. ഇത്തിരി കൂടെ കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുതിനയില വളരെ ചെറുതായി മുറിച്ചതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാലഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഒലിവ് ഓയിൽ എടുക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തേന്, ഒരു 1 ടീസ്പൂൺ നിറച്ച് തേനും, എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരിത്തിരി ഉപ്പും ഒരിത്തിരി മധുരം കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1-2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് കേട്ടോ. ഞാനിപ്പോൾ 1 എടുത്തിട്ടുള്ളൂ, കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒരു മേലേക്ക് കൂടെ ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഒരിത്തിരി കൂടെയൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച്, പിന്നെ നമ്മൾ എത്രയ്ക്ക് വത്തക്ക എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരുത്തിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള വത്തക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാതള നാരങ്ങ, പൊമഗ്രാനൈറ്റ് ഒരു 1/4 കപ്പ് കേട്ടോ. കൂടുതലൊന്നും വേണ്ട, വളരെ കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, ലെമൺ ജ്യൂസ്, ഉപ്പ്, പഞ്ചസാര കാര്യങ്ങളെല്ലാം കൂടെ അതെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിക്കുമ്പോൾ വളരെ കുറവ് പോലെ തോന്നും, പക്ഷേ മിക്സാക്കി വരുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും വത്തക്കയുടെ ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ കറക്റ്റ് മിക്സ് ആയിക്കോളും. ഇനി ഈ ഒരു സാലഡിലേക്ക് നമ്മൾ മെയിനായിട്ട് കുറച്ച് ചീസ് ചേർക്കുന്നുണ്ട്. ചെറിയ സ്ക്വയർ പീസായിട്ട് വാങ്ങിക്കുന്ന ചീസ് ഉണ്ടല്ലോ, 1-2 എടുത്തിട്ട് ഇതുപോലെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി. കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ 2 ഇതുപോലെ വളരെ ചെറുതായിട്ട് മുറിച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ കുറച്ച് ബദാം നീളത്തിൽ മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇതിന് പകരം സാധാരണ കപ്പലണ്ടി വറുത്തതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് തൊലി കളഞ്ഞ് കിട്ടുന്ന ബദാമിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒലീവ്സ് കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പച്ചയാണെങ്കിലും കറുപ്പാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ തന്നെ സെർവ് ചെയ്യുക കേട്ടോ. കുറേ സമയം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല, ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കണം കേട്ടോ. പിന്നെ ആ ഒരു പാസ്ലിയുടെ ലീഫൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം. പിന്നെ ഈ ഒരു ബദാമും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് കുറേ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സെർവ് ചെയ്യാൻ സമയത്ത് കുറച്ച് കൂടുതൽ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. പക്ഷേ എന്നാലും സാലഡുകളൊക്കെ നല്ല വെറൈറ്റിയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും, അല്ലെങ്കിൽ പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് നമ്മൾ സാലഡുകൾ 2 ടൈപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ അതിലൊന്നൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ. സിമ്പിളാണെങ്കിലും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്